ബി.ജെ.പിയും ഒരുമിച്ച് ചേർന്ന് കേരള വിരുദ്ധ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്നത് മാത്രവുമല്ല, ഇവിടെ ഈ സർക്കാരിന്റെ സ്വീകാര്യതയെ ഭയന്ന് നിങ്ങൾ ചാവേറുകളെ ഇറക്കി വിടുകയാണ് എന്നതാണ് രാഹുലിന്റെ ആക്ഷേപം. അല്പസമയം മുമ്പ് കുറച്ച് ചാവേറുകളെ പോലീസ് പിടിച്ചോണ്ടുപോയി. ഞങ്ങൾ ഒരു ചാവേറിനെ ഇറക്കിയിട്ടില്ല. ഇന്നിപ്പോ ഇവിടെ വന്നിട്ടുള്ള ബി.ജെ.പിയുടെ പ്രവർത്തകർ ഈ പരിപാടിക്ക് വേണ്ടി വന്നവരാ. അവരെയാണ് പോലീസ് പിടിച്ചോണ്ട്. ഞങ്ങളൊരു ചാവേറെ ഇറക്കിയാൽ ഞങ്ങൾ ആ തരത്തിൽ സമരം ചെയ്യാൻ തീരുമാനിച്ചാൽ സമരം ചെയ്യുമെന്ന് LDF-ന് അറിയാം. വന്നവരെയാണ് പിടിച്ചോണ്ട് പോയത്. അല്ലാതെ അതെ, ഞങ്ങൾ സമരം ചെയ്യണമെന്ന് ചോദിച്ചാൽ കരിങ്കൊടി കാണിക്കണമെന്ന് വെച്ചാൽ കാണിക്കുകയും ചെയ്യും. സമരം നടത്താൻ ആംബിയർ ഉണ്ടെന്ന് അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ ഈ നവകേരള സദസ് എന്നല്ല ഇപ്പൊ പേര്, നവകേരള മർദ്ദന സദസ് എന്ന അതിന്റെ പേര്. കാരണം അവിടെ തുടങ്ങിയപ്പോ തൊട്ട് മർദ്ദനം നടക്കുകയാണ്. അതിപ്പോ CPM-കാരെ മർദ്ദിക്കുന്നുണ്ട്, അല്ലാതെ ഒരു പാർട്ടിന്നൊന്നും ഇല്ല, എല്ലാവരെയും മർദ്ദിക്കുകയാണ് പോലീസിന്. കാരണം ഇതിനൊരു ജനപിന്തുണയില്ല. അവിടെ വെക്കുന്ന ഗാനമേളയും നാടൻപാട്ടും ഒക്കെ കേൾക്കാൻ ആൾ വരുന്നുള്ളത് ശരിയായിരിക്കും. മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ അവിടെ ആളുകളൊന്നുമില്ല. അതാണ് സത്യം. അത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കും അറിയാം. ഇപ്പൊ പിന്നെ ഇവിടെ നടക്കുന്ന നാടകം എന്താ? ഇത് UDF LDF-ഉം ചേർന്നുള്ള നാടകമാണ്. കേരളത്തെ ഈ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ച് മനുഷ്യന് അതെ 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 അല്ല ഞാൻ പറയാം ഞെട്ടാൻ പോകുന്നേ ഉള്ളൂ. ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് വളരെ ആസൂത്രിതമായി ഉണ്ടാക്കുന്ന ഒരു നാടകമാണ്. കാരണം കേരളം നശിച്ച് സാധാരണക്കാരന് ജീവിക്കാൻ കഴിയുന്ന പിച്ചച്ചട്ടി എടുത്ത സാഹചര്യത്തിലേക്കായി, ആ പരുവത്തിനാക്കി. എന്നിട്ട് പറയും എന്ത് പറഞ്ഞാലും ചർച്ചയുടെ അവസാനം നിങ്ങൾ പറയാൻ പോകുന്നില്ല, കേന്ദ്രം പൈസ തരാത്തോണ്ട ഇന്നും കുറച്ച് 2000 കോടി, ഇനി 30,000 കോടി കൊടുത്താലും ഈ മാർച്ച് മാസം കടകാക്കാൻ പറ്റത്തില്ല. അവസാനം പറഞ്ഞ കേന്ദ്രം പൈസ തരുന്നില്ല. ഇവർക്ക് പ്രതിഷേധിക്കാം, ഗവർണറെ തടയാം, ഗവർണറെ ചീത്ത വിളിക്കാം, അടിക്കാം, പക്ഷെ വേറെ ആർക്കും പ്രതിഷേധിക്കാം. ഇതെന്താ ജനാധിപത്യമാണ്? ഇതെന്ത് ധൈര്യമുണ്ടെങ്കിൽ ഒരു ജനാധിപത്യ നാട്ടിൽ, ഒരു സംസ്ഥാനത്ത് ഇലക്ഷനെ നേരിട്ട് ജയിച്ച ഒരു മുഖ്യമന്ത്രിക്ക് ഇത്ര ഭയം എന്താണ്? ജനങ്ങളെ ഇത്ര ഭയം എന്താണ്? അതുകൊണ്ട് എന്തിനാണ് ഭയം? ബി.ജെ.പിയുടെ പ്രതിനിധി പറയുന്നത് കേട്ടാൽ നമുക്ക് ചിരിയാണ് വരുന്നത്. ഇവിടെ കേരളം മുടിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ കോൺഗ്രസും ബി.ജെ.പി UDF-ഉം എല്ലാം. ഇവര് പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞല്ലോ, ഇന്നലെയും മിനിഞ്ഞാന്നും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റിപ്പോർട്ടർ ചാനലിന്റെ ചർച്ച നടക്കുമ്പോൾ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 57,400 കോടി രൂപയുടെ കുറവ് വരുന്നു. വെറുതെ പറയാണല്ലോ, എത്ര കോടി കൊടുത്തു അത്ര കോടി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. 57,400 കോടിയുടെ കുറവ്. എത്ര കോടി? 1,900 കോടി വായ്പാ അനുമതി നിഷേധം. 1,900 കോടിയുടെ കുറവ് വരികയാണ്. അതുപോലെ റവന്യൂ കമ്മി ഗ്രാന്റ് 8,400 കോടി രൂപയുടെ കുറവ് വരികയാണ്. GST നഷ്ടപരിഹാരം, GST കണക്കാണ് ഞാൻ പറയുന്നത്, ഇതല്ലെങ്കിൽ പറഞ്ഞോ. GST നഷ്ടപരിഹാരം 12,000 കോടി രൂപയുടെ കുറവ് വരികയാണ്. ഇവിടെ നികുതി വിഹിതം 3.58 ആയിരുന്നു നേരത്തെ. ഇപ്പൊ എത്ര നികുതി വിഹിതം? 1.92 9.2. അപ്പോ 18,000 കോടി രൂപയുടെ കുറവ് വരികയാണ്. ഇങ്ങനെയാണ് 57,400 കോടി രൂപയുടെ കുറവ്. എന്റെ സംശയം, രാഹുൽ പല ചർച്ചകളിൽ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഇങ്ങനെ നഷ്ടം വരുമെന്ന് കഴിഞ്ഞ ബഡ്ജറ്റ് എഴുതുമ്പോൾ നമ്മുടെ ധനകാര്യമന്ത്രിക്ക് അറിയില്ലേ? നമ്മുടെ ധനകാര്യമന്ത്രി കഴിഞ്ഞ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ ഇത്രയേ കേന്ദ്രത്തിൽ നിന്ന് കിട്ടൂ, ഇതറിയാമായിരുന്നില്ലേ? കടമെടുക്കൽ പരിധി ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാരിന്റെ പോളിസിയാണ്. നിങ്ങളുടെ കിഫ്ബി ഫണ്ടും പെൻഷൻ ഫണ്ടും കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി. മറ്റ് സംസ്ഥാന എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. ഓഫ് ബഡ്ജറ്റ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്, ഓഫ് ബഡ്ജറ്റ് ഇല്ല രാഹുൽ, ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് കേരളത്തിന് പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കടമെടുപ്പ് പരിധിക്കുള്ളിലാണ്. അല്ല, കടമെടുക്കൽ പരിധി കേരളത്തിന്റെ കടമെടുക്കൽ പരിധി കുറച്ചു, പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളുടെ ഇവർ കുറച്ചിട്ടില്ല, അവർക്ക് ബാധകമല്ല. ഇവിടെ കേരളത്തിൽ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ഗവൺമെന്റിനെ തകർക്കാൻ ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്ന പ്രവർത്തനം എന്താ? കേരളത്തിൽ ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു 2016 മുതൽ 2021 വരെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി നമുക്ക് പറയാം. അല്ല പറയാം ഈ ആലപ്പുഴ ജില്ലയിലെ ജി സുധാകരൻ ഈ സർക്കാരിന് ഒന്നും പറയാനില്ല. അത് 2016-21 മാത്രമേ ഉള്ളൂ എന്നാണ്. 2021 വരെ LDF ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? ഇവിടുത്തെ പശ്ചാത്തല വീണ്ടും അധികാരത്തിൽ വന്നു. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്താ? അങ്ങനെ നടത്തിയ പ്രവർത്തനങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ? ആ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിച്ചു. ആ കിഫ്ബി ഫണ്ട് എന്ത് ചെയ്തു? ഇവർ കടമെടുക്കൽ പരിധിയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇനി കിഫ്ബി അനങ്ങാൻ പാടില്ല. ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ഇവിടുത്തെ റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും സ്കൂളുകളും ആശുപത്രികളും എല്ലാം നിർമ്മിച്ചത്. അല്ലെന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ?